ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഹസ്ബൻഡിന് ഓഫാണ്, അപ്പോൾ പുള്ളി നല്ല ഉറക്കമാണ്. പക്ഷേ എനിക്ക് മെഡിസിൻസ് ഒക്കെ കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീറ്റത്. ഒരു 9:30 ആയപ്പോൾ എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കണം. അതുകൊണ്ട് നേരത്തെ എണീറ്റു. ഇല്ലെങ്കിൽ ഞാനൊരു 11-12 മണി വരെ കിടന്ന് ഉറങ്ങിയേനെയായിരുന്നു. അങ്ങനെ എണീറ്റ് ഫ്രഷായി, പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് മുടി കെട്ടുകയാണ് കേട്ടോ. മുടിയൊക്കെ ആകെ ജട പിടിച്ചിരിക്കുകയാണ്. കുറേ ദിവസമായി തല കുളിച്ചിട്ട് മേല് മാത്രമേ കഴുകുന്നുണ്ടായിരുന്നുള്ളൂ. മുടി ശരിക്കും കൊഴിയുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റും വെള്ളമൊക്കെ കാരണം നല്ല കൊഴിയുന്നുണ്ട്. നല്ലപോലെ കെയറിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യണം. മുടിയെല്ലാം ഒതുക്കി കെട്ടി വെച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. മരുന്ന് കഴിക്കണമല്ലോ, അപ്പം ബ്രെഡ് കഴിക്കുകയാണ്. മരുന്ന് ചുമയ്ക്കുള്ള മരുന്നും പിന്നെ പാരസെറ്റമോളും ആണ്. 5 ദിവസത്തേക്കാണ് ഡോക്ടർ തന്നത്. കുറഞ്ഞില്ലെങ്കിൽ പോകാൻ പറഞ്ഞു. പിന്നെ റിസൾട്ട് ഓൾറെഡി റെഡിയാണ്. ഹോസ്പിറ്റലിൽ പോയില്ല, എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ തിങ്കളാഴ്ചത്തേക്കാണ് കിട്ടിയത്. ഓഫീസും ഉണ്ട്, പക്ഷേ ഹാഫ് ഡേ ലീവ് എടുത്ത് പോവാം. എന്തായാലും റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ. ഇപ്പം ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തത് കൊണ്ട് ഇച്ചിരി കുറവുണ്ട്. ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. അബുദാബിയിൽ കമ്പൽസറി ആയിട്ട് ഇൻഷുറൻസ് എടുക്കണം, ഇല്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് അത്ര പൈസ ആയില്ല. 3 ദിർഹം കൊടുക്കേണ്ടി വന്നുള്ളൂ. ഡോക്ടറിനെ കാണാനും പിന്നെ മെഡിസിന് മേടിക്കണമല്ലോ ഫാർമസിയിൽ നിന്ന്. അപ്പോൾ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. കുറേ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഫോണൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കണമല്ലോ. ഹസ്ബൻഡ് നല്ല ഉറക്കമാണ്, ഓഫായതുകൊണ്ട് പിന്നെ ഞാനും ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഇല്ലെങ്കിൽ നമ്മൾ 1 മണിക്കൊക്കെയാണ് എണീക്കുന്നത്. അപ്പം പുള്ളി എണീറ്റ ഉടനെ സൂപ്പർ മാർക്കറ്റിൽ പോവും, എന്തെങ്കിലും മേടിക്കും, നോൺ വെജോ ഫിഷോ മീനോ. ഇപ്പം പുള്ളി ഉറങ്ങുന്നത് കൊണ്ട് ഞാനും മടിച്ചു പോവാൻ പുറത്തോട്ട്. നല്ല വെയിലല്ലേ, അപ്പോൾ ഇനി വെയിലടിച്ച് വീണ്ടും അസുഖം കൂടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. ഉള്ളത് കൊണ്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ടാബ്ലറ്റും കഴിക്കണമല്ലോ. പരിപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ പോയി നോക്കിയപ്പോഴത്തേക്കും വെജിറ്റബിളായിട്ട് ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരനും പരിപ്പ് കറിയായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാം വച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഉറക്കം എണീറ്റ് ഫ്രഷൊക്കെ ആയി വന്നു. അപ്പോൾ നോക്കിയപ്പോൾ നോൺ വെജ് ഒന്നുമില്ല. പിന്നെ പുള്ളി സൂപ്പർ മാർക്കറ്റിൽ പോയി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. പുള്ളി തന്നെ വച്ചു കേട്ടോ. ചിക്കൻ ഫ്രൈ ആയിട്ട് വെച്ചു. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ട് മീൻസ് ബാൽക്കണിയിൽ നിൽക്കുകയാണ് കേട്ടോ. ബാൽക്കണിയിൽ ഒരു 2 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. എ സിക്കകത്ത് ഇരുന്ന് പിത്തം പിടിക്കുന്ന കാരണം നമ്മുടെ ബാൽക്കണി ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി പുറത്തു നിന്ന് വെയിലൊക്കെ കൊള്ളാം. പക്ഷേ ഇത് ഭയങ്കര ചൂടായിരുന്നു. 40 ഡിഗ്രിയൊക്കെ ഉള്ളത് കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഞാനൊരു 1 മിനിറ്റ് നിന്നിട്ട് നേരെ റൂമിലേക്ക് കയറി. പിന്നെ ഫുഡ് കഴിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹസ്ബൻഡ്. എനിക്ക് പിന്നെ ടാബ്ലറ്റ് കഴിയുന്നതുള്ളതുകൊണ്ട് ഞാൻ നേരത്തെയും കഴിക്കാമെന്ന് വിചാരിച്ചു. പനിയും ചുമയൊക്കെ കുറഞ്ഞു, എന്നാലും ഒരു കോഴ്സ് ഉണ്ടല്ലോ, 5 ഡേയ്സിനാണ് തന്നത്. അതുകൊണ്ടാണ് പിന്നെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത്. കറക്റ്റ് ടൈം ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് ഇപ്പം ഇങ്ങനെ എണീറ്റിരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയൊരു തുമ്മലോ ജലദോഷമൊക്കെ വന്നാൽ ഞാൻ അങ്ങനെ പോവാത്തതാണ്. ഇത് ഒട്ടും വയ്യായിരുന്നു, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി. ഇപ്പം ഓൾ ഗുഡ്, ഓക്കെ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ ഓൾ, ബൈ ബൈ.